ഇതല്ലേ പറയാം അവിടെ ആളുള്ള അവിടെ സാരമില്ല, എന്നും അവിടെ പോയാൽ ശരിയാണ്. ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം ഞങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിന്റെ പരീക്ഷ ശുശ്രൂഷയുടെ കാലയളവിൽ യേശു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മാനസാന്തരപ്പെടുമ്പോൾ ഓരോ മനുഷ്യനും അതുകൊണ്ട് നല്ല സമാധാനവും സന്തോഷവുമാണുണ്ടാകും. അതിൽ കൂടി ലഭിക്കുന്നത് പരസ്പര സ്നേഹം, അത് അനുഭവിക്കുകയും ചെയ്യുവാൻ കഴിയും. അതാണ് മാനസാന്തരം. യേശു പറഞ്ഞത് ശത്രുവിനെ സ്നേഹിക്കുക. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രയാസമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒന്ന് ചെയ്യുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സന്തോഷം എത്ര വലുതായിരിക്കുമെന്ന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശത്രുവിനോട് നമ്മുടെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം സ്വതന്ത്രരല്ല, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഏതൊക്കെയോ വഴികളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയാത്ത വിധം നമ്മൾ തന്നെ നമ്മുടെ വഴികളെ അടച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറിച്ച് ശത്രുവിനെ നാം സ്നേഹിക്കുമ്പോൾ നമ്മളൊരു വലിയ ഭാരം ഇറക്കി വയ്ക്കുകയാണ് അവിടെ. ആ ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരും എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന്. യേശുക്രിസ്തു ഇവിടെ ഈ ലോകത്തേക്ക് വന്നത് സമാധാനവും സന്തോഷവും സ്നേഹവും എന്നേക്കും ഈ ലോകത്ത് നിലനിൽക്കുവാൻ വേണ്ടി, നിലനിർത്തുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കാത്ത കാര്യമാണ്. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദൈവം തെളിയിച്ചു തരികയും ചെയ്തു. അതാണ് ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ പരസ്പര സ്നേഹവും വിശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ തകർന്നു പോയതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവികമായ അനുഗ്രഹങ്ങളെ നമുക്ക് ദാനമായി നൽകുവാനും വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ ഇപ്രകാരം പറയുവാനിടയായി, ദൈവത്തിന്റെ ദൂതന്മാർ എന്ന ആകാശത്തിലേക്ക് നോക്കി നിന്ന മനുഷ്യരോട് പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും വരും. ആ വീണ്ടും വരവിനെയാണ് നാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കേണ്ടത്. ആ വീണ്ടും വരവ് വെറുതെയല്ല പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും
ഈ ലോകത്തിന്റെ കഷ്ടതകളിൽ നിന്നും നിന്ദകളിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമൊക്കെയും മോചിപ്പിച്ച് താൻ അവർക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസമാധാനത്തിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി, എന്നോടുകൂടെ അവരെ ചേർക്കുവാൻ വേണ്ടി, താൻ വസിക്കുന്ന ഇടത്തവരെയും വസിപ്പിക്കുവാൻ വേണ്ടി ആണ് യേശു രണ്ടാമത് വരുന്നത്. ആ വരവിനായി നാം ഒരുങ്ങിയിരിക്കണം. അതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം ഏദനിൽ 2 മനുഷ്യരെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി അവർക്ക് ജീവശ്വാസം അവരുടെ മൂക്കിലൂടെ അവർ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റുമെന്നു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവർ അനുസരിക്കാതെ ഒരു കാര്യം അവർ തെറ്റായി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ ഭൂതലത്തിൽ ഉണ്ടായ സകല മനുഷ്യരും ദൈവത്തിന്റെ ശാപത്തിന് പാത്രമായി തീർന്നു എന്നാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ ശപിക്കുകയും അവനോട് പറഞ്ഞത്, നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും, അല്ലെങ്കിൽ അപ്പത്തെ ഭക്ഷിക്കുമെന്നാണ്. അപ്പോൾ നാം ഉപജീവനം കഴിക്കുന്നത് നമ്മുടെ വിയർപ്പ് ചിന്തയാണ്. ആ വിയർപ്പ് ഭൂമിയിലേക്ക് വീഴുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ ശാപമാണ് ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശാപവും മാറിപ്പോകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ഒരു മനുഷ്യനും തന്നിൽ അടങ്ങിയിട്ടുള്ള ശാപമോ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവൻ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന പകയും വിദ്വേഷവും ദോഷവും ഒക്കെയും സ്വയം ഒരു മനുഷ്യനും നീക്കിക്കളഞ്ഞ് അവനെ ശുദ്ധീകരിക്കുവാൻ ഒരു മനുഷ്യനും സ്വയമായി കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് അപ്രകാരം ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്, പാപത്തിൽ വീണ മനുഷ്യന് ലഭിച്ച ശാപമാണ് മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കുക എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിനാൽ തിരികെ ചേരുവോളും മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു എന്ന്. വിയർപ്പ് അഴുക്കാണ്, അല്ലെങ്കിൽ അശുദ്ധമാണ്. അത് അശുദ്ധിക്ക് കാരണമാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. അതിനാൽ വിയർപ്പുണ്ടാകുന്നതൊന്നും പുരോഹിതൻ ധരിക്കരുതേ എന്ന് ദൈവം കൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യന്റെ വിയർപ്പ് അത് ശാപം ലഭിച്ച മനുഷ്യനിൽ നിന്ന് ഒഴുകി വീഴുമ്പോൾ അത് ഒരു പുരോഹിതനും അവരുടെ ദേഹത്ത് ആ വിയർപ്പുണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞുകൊണ്ട് എഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, അവരുടെ തലയിൽ ക്ഷണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ക്ഷണം കൊണ്ടുള്ള കാൽക്കുപ്പായവും ഉണ്ടായിരിക്കണം, വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുതേ എന്ന് പുരോഹിതന്മാരോട് പറയുകയാണ്. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ. ആ പുരോഹിതന്മാരുടെ ദേഹത്തു നിന്ന് വീഴുന്ന വിയർപ്പ് അത് ശാപത്തിൻ്റെതാണ് എന്ന് അവരറിഞ്ഞിരിക്കണം. ആയതിനാൽ അവർ വിയർക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി യാഗം നടത്തുന്നവരാണ് പുരോഹിതന്മാർ. അവരോട് ദൈവം കൽപ്പിച്ചതാണ് എഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം പറയുന്നത്, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന്. കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചിലത് സംഭവിക്കുവാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം അറിയുന്നു ഒരു വലിയ പ്രതികൂല സാഹചര്യം എനിക്കുണ്ടാകാൻ പോകുന്നു, അതിനുള്ള കാരണങ്ങളുമുണ്ട്, അത് ഒന്നുകിൽ നാം തന്നെയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ആയിരിക്കും. അത്തരം സാഹചര്യങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് യേശു ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. യേശു പ്രാർത്ഥിക്കുന്നത് ഗെത്സമനയിൽ ഇരുന്നു കൊണ്ട് തന്റെ അവസാനത്തെ നാളുകൾ എണ്ണിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളും നിന്ദയും വേദനയും പരിഹാസവുമൊക്കെ
യേശു മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഗത്സമനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയായി. യേശുവിന്റെ ശരീരത്തിൽ നിന്നും വീണത് വിയർപ്പല്ലായിരുന്നു, രക്തത്തുള്ളിയായിരുന്നു. അതെന്താണ്? യേശു അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകൾക്ക് വേണ്ടിയായിരുന്നു. യേശു എന്തിനു വേണ്ടിയായിരുന്നു കഷ്ടതകൾ സഹിച്ചത്? ഈ ഭൂമിയിൽ പരസ്പരം സ്നേഹമില്ലാതെ, സൗഹാർദ്ദമില്ലാതെ, സഹായമില്ലാതെ, പരസ്പരം വൈരാഗ്യത്തോടെ ജീവിക്കുന്നതായ മനുഷ്യരറിയുന്നില്ല ഇത് ഞങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഹൃദയത്തിലെ അശുദ്ധി കൊണ്ടാണെന്ന്. ആ അശുദ്ധി നീങ്ങിപ്പോകുവാനും പരസ്പരം സ്നേഹിക്കുവാനും സമാധാനവും സന്തോഷവും പരസ്പരം നിലനിർത്തുവാനും വേണ്ടി യേശു ചെയ്ത ആ ത്യാഗം അനുഭവിക്കുന്നതിന് മുൻപുള്ള പ്രാണവേദന, അതൊക്കെയും സഹിച്ചത് മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടിയാണ്, ഒരാളിന് വേണ്ടി മാത്രമായിരുന്നില്ല. അത് മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടി, അവരുടെ സമാധാനം നിലനിൽക്കുവാൻ വേണ്ടി, അവരൊന്ന് രോഗത്താലും കടത്താലും മറ്റു ജീവിതത്തിലെ പല പ്രശ്നങ്ങളാൽ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നൊക്കെയും അവരെ വിടിവിക്കുവാൻ വേണ്ടി, അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി, അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ അനുഗ്രഹം എന്താണ് എന്ന് മനുഷ്യൻ മാനവരാശി മുഴുവൻ അറിയുന്നതിന് വേണ്ടി മാത്രമായിരുന്നു യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് രണ്ടാമതും വരാറായി എന്നുള്ള തെളിവായി സൂചനകൾ ഇന്ന് ലോകത്ത് കാണുമ്പോൾ നാം ഒരിക്കൽ കൂടി ഒരുങ്ങിയിരിക്കേണ്ടതാണ്. കർത്താവ് വരുന്നത് എപ്പോഴെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശാന്തരും സമാധാനമുള്ളവരും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുന്നവരും ഒക്കെ ആയിരിക്കണം. അപ്പോഴാണ് യേശു ആഗ്രഹിച്ച ഒരു മനുഷ്യ സമൂഹമല്ലേ, മാനവ കുലം തന്നെ ഈ ഭൂമിയിൽ ആയിത്തീരുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സകലവിധ അനുഗ്രഹങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ വസിക്കട്ടെ, അവരനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും ഇരിക്കട്ടെ. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.